ഒരാൾ രാവിലെ മുടിയൊക്കെ കെട്ടുവാണ്. ഇനി കുറേ ജോലികളുണ്ട്. മുടി ഇതായിട്ട് കളർ അടിച്ചിട്ടേക്കുക. കുറേ നാളായി അടിച്ചിട്ട്, പക്ഷേ ഇപ്പം നല്ല കളറുണ്ട് കേട്ടോ. ഇപ്പോഴാണ് തോന്നുന്നു കൂടുതൽ കളർ കാണിക്കും. ചേട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. കുറവുണ്ട്, കുഴപ്പമില്ല, നല്ല കുറവുണ്ട്. അപ്പോഴാ നമ്മൾ പിന്നെ ഒന്ന് ചൂടൊക്കെ കഴിയും. ഇപ്പം മോളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്ന് ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചതാട്ടോ. ഒരു പൊടിയില്ല, കാറ്റുണ്ടായിരുന്നല്ലോ, അപ്പം പൊടി കയറി. മോള് പിന്നെ ഒന്ന് കുറച്ച് അവിടെ എല്ലാം കഴുകുവാണ്. അക്കു മണ്ടയിൽ കയറി. അങ്ങനെ അവൻ്റെ അടുത്ത് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ എല്ലാം കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം വിചാരിച്ചു ഞാൻ അടുക്കളയുടെ കഴുകിയിട്ട് നമുക്കിന്ന് പാചകം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നും തുടക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നതല്ലേ, പൊടിയാണോ എന്ന് വെച്ചിട്ടും ഫുള്ളൊന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അടുക്കളപ്പണിയിലോട്ട് കടന്നത്. അപ്പോൾ രാവിലെ അതുകൊണ്ട് നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും. പിന്നെ ഞാൻ മോളെ കൊണ്ട് അധികം കുനിയാനൊന്നും സമ്മതിച്ചില്ല, കാരണം ചെവി 10-15 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ ഇന്ന് എന്തോ മസാല ദോശയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് നമ്മൾ പാത്രമെല്ലാം അപ്പോൾ അതുപോലെ തന്നെ കഴുകുകയാണ്. അപ്പോൾ കുറച്ച് പാത്രം പൊടി കയറിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് അതെല്ലാം ഒന്ന് കഴുകി വെച്ച്, കാരണം കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടേ. അപ്പോൾ ഞാൻ എല്ലാ പാത്രവും പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഇത് കിഴങ്ങിടുന്നത് നമ്മൾ മസാല ദോശയ്ക്കുള്ളതാണ്. അപ്പോൾ എനിക്ക് സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് എഡിറ്റിംഗ് കുറവാണ്, കാരണം എൻ്റെ മോൻ എനിക്കൊരു മൈക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ പിന്നെ റിയലായിട്ട് സൗണ്ട് കൊടുത്ത് പോകാമല്ലോ. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ മൈക്ക് സൗണ്ട് കൊടുത്തിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇനി ഡബ് ചെയ്യേണ്ടി വരില്ല. അത് ഒരു വലിയൊരു സന്തോഷമായി. അങ്ങനെ എൻ്റെ മോൻ എനിക്ക് വാങ്ങിച്ചു തന്നെ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ മോള് മസാല ദോശക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ചേട്ടൻ എഴുന്നേറ്റ് ഗുളിയൊക്കെ കഴിച്ചു. ആഹാരത്തിന് മുമ്പും ഗുളിയുണ്ട്, ആഹാരം കഴിഞ്ഞും ഗുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കഴിക്കാനൊക്കെ തനിച്ചെടുത്തോളൂ. ഞാൻ പിന്നെ ദോശ എടുത്ത് കൊടുത്തപ്പോൾ കറിയൊക്കെ എടുത്ത് ചേട്ടൻ പിന്നെ കഴിക്കാൻ പോയി. പിന്നെ ഓരോരുത്തർക്കുള്ളത് ചുട്ടുവിട്ട് കൊടുത്തത് കേട്ടോ, കാരണം ചൂടോട് നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ വെച്ചാൽ നമ്മൾ എല്ലായിടും തുടച്ചിട്ടൊക്കെ വന്നിട്ട് അടുക്കളയിൽ നമ്മൾ മീൻകറി വെക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻ വറുത്തരച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ചോരയായിരുന്നു. ബാക്കിയുള്ള കഥകളൊക്കെ ഇനി കാണാം കേട്ടോ. അപ്പോൾ ഇനി മൈക്കിൽ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി എല്ലാ ദിവസവും കേട്ടോ. ഇനി ഡബ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇനി മീൻകറി വെക്കുന്നതും ഇനിയുള്ള കാഴ്ചകൾ ഇനി ഡബ് ചെയ്യുന്നില്ല. ഇനി ഇപ്പം മൈക്ക് കാണിക്കും, മൈക്കിനകത്തങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അതിന്റെ അകത്തോട്ട് ഇതാ അപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ. തിരിച്ച് പുതിയ മൈക്കാണ് കേട്ടോ. ഇനി ഞാൻ വോയിസ് കൊടുത്തിടാന്ന് വെച്ചു. ഇങ്ങനെ വെച്ചാൽ തിരിച്ച് ഇങ്ങനെ ഇത് സൗണ്ട് പറ്റുന്നില്ല, തിരിച്ചു വെച്ചു. കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മീൻ വെട്ടാം. ഈ പിച്ചാത്തിയാണോ ഇത് മതിയോ? നീ എന്താ മിണ്ടാതെ നിൽക്കുന്നു? വേണ്ട, നമുക്ക് ഈ ചൂരയൊന്ന് വെട്ടിയെടുക്കാം. ചേട്ടന് വയ്യാത്തോണ്ട് ഞാൻ തന്നെ വെട്ടണം. വാലെന്താ വളഞ്ഞിരിക്കുന്നു? നൂര് ഐസ് കട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാമെന്ന് പറയുന്നു. നോക്കാം. ഞാൻ വെട്ടും, പക്ഷെ കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട്. എന്നാലും മൂർച്ചയുണ്ട് കേട്ടോ. ഇതിപ്പോൾ മേടിച്ച് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായി ഐസ് കട്ട ആയതുകൊണ്ട്. പക്ഷെ ഐസ് കട്ട ഇല്ലാതെ വെട്ടിയാലേ മീൻ ഒരുമാതിരി ആയിപ്പോകുന്നു. പൊടിഞ്ഞു പോകും. അച്ഛൻ തന്നെ വരുമായിരിക്കും. പൊടിഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്ക് ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ ഉണ്ടോ. പക്ഷെ അച്ഛൻ തന്നെ അടിപൊളിയായിട്ട് വെട്ടും. പക്ഷെ ഇത് കണ്ടാൽ മിക്കവാറും പനി പിടിച്ച് കിടന്നാലും ഓടി വരും. കൈ തണുക്കുന്നു. ഈ പിച്ചാത്തി പറ്റുന്നില്ലല്ലോ. എനിക്കത് ഇല്ലാത്തതുകൊണ്ടാണോ, ഇതിന് മൂർച്ചയില്ലാത്തതുകൊണ്ടാണോ? ചെറുതാക്കുന്നൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിനകത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി, ചെറുതല്ലേ. എന്നാ വെച്ച് പേപ്പർ എടുത്തോണ്ടോ നമ്മളെ. എല്ലാ പിച്ചാത്തിയും കണക്കാണ്. കഷ്ണമാക്കി. താങ്ക് യു. അപ്പോൾ പേപ്പർ വെച്ച് പിടിച്ചിട്ട് കഷ്ണം ഒന്ന് കൈ കഴിക്കാൻ ചൂടി അതിനെ കിടത്തി അറുത്തെടുക്കും. ഷീറ്റിട്ട് ഉറക്കിയിട്ട് അറുത്തെടുക്കുന്നു. അത് ഇച്ചിരി ചെറുതാക്കണേ, റൗണ്ടിന് പൊരിക്കാൻ. ഇത് ശ്രീകുട്ടന്. പിന്നെ അതെന്റെ മോന്. എനിക്ക് അതെന്റെ മോന്. ഇതെന്റെ മോക്ക്. പിന്നെ അത് നോക്ക്. ഇല്ലേ, ഇതെന്റെ ഹസ്ബൻഡിന്. തല എന്താ തല ഇങ്ങനെ കറിക്കകത്തിടാ. ഒന്നായിട്ടിടണ്ട, ഒന്നായിട്ടിട്ടാ കൊള്ളത്തില്ല. പകുതി ഇങ്ങനെ പൊളന്നിടാം.
ഇവിടെ വെച്ചാ ഇവിടെ വെട്ടാനാണോ ഈ പൂവിന്റെ ഇവിടെ ഇരിക്കുന്ന വേണ്ടേ അതുകൊണ്ട് ഞാൻ മറന്നുപോയി. മറന്നേന്നുമല്ല, ഇത്രയും തണുപ്പായതുകൊണ്ട് എനിക്ക് കൈക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതിത്രയും കളയാനല്ലേ അത് കഴിയുമ്പോ കളഞ്ഞോളാം. ഓ, നീ ഷെഫ് പോയി കിടന്നു. അതില്ലെങ്കിലേ കാക്ക കൊണ്ടുവന്ന് കിടലിനകത്തിടും. അവ തിന്നോ തോർത്തു വലിച്ചിരിഞ്ഞാൽ ഭയങ്കര പാട്. ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് കിട്ടും. ഇത് രണ്ടാക്കണോ ഒന്നാക്കണോ? രണ്ടാ. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പം മീനും മലക്കറിയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കുറേ ദിവസമല്ലേ ഇവിടെ മീനും ചോറൊക്കെ വെച്ചിട്ട്. ഇടയ്ക്കൊരു ദിവസം വെച്ചായിരുന്നു അല്ലേടി? പരിപ്പും. പിന്നെ നമ്മൾ വെച്ചില്ല കേട്ടോ. ഇത് പക്ഷെ ഭയങ്കര മൂർച്ച കിട്ടുമ്പോ ഭയങ്കര മൂർച്ച. വേണ്ടേ, അല്ലെങ്കിൽ മുള്ളൊന്നും പോത്തില്ല. അത് സത്യമാ. അച്ഛന് ഭയങ്കരമായിട്ട് മുറിയണം. എനിക്ക് പക്ഷേ പേടിയാടി, കൈക്കകത്ത് കയറിയ എൻ്റെ ഈ കൈയെന്ന് വെച്ചാലേ എനിക്ക് തന്നെ പേടി. എൻ്റെ ഒരു മണിയായ അതിപ്പോ അങ്ങ് വെക്കാം. അവന് 2:30 വരും. നമ്മളിപ്പോഴല്ലേ ദോശ വെച്ചോ. എന്ത് ഒന്ന് നോക്കിയിട്ട് വയ്ക്കോ. ഷെഫ് വന്ന് നോക്കുന്നു മീൻ വെട്ടിയൊന്നു. ഞാൻ ഇപ്പൊ ഒത്തിരി നാളായില്ലേ മീൻ വെട്ടിയിട്ട്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. മീൻ വെട്ടി വന്നപ്പോഴത്തേക്ക് മൈക്ക് ഓഫായി പോട്ടോ. നമുക്ക് അറിഞ്ഞുകൂടില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മീൻ പുരട്ടാനുള്ള മസാലയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഇനി മീൻ പൊരിക്കാനുള്ള പുരട്ടി വെക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ ചേർത്തിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കറിവേപ്പില അരച്ചും ചേർത്തിട്ടുണ്ട്, പച്ചമുളകും അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് വന്നായിരുന്നു ചാർജ് ചെയ്തിട്ടപ്പോഴേ. ചരയെന്ന് വിചാരിച്ചിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് അരയ്ക്കാം. ഇട്ടില്ല മതി, പിന്നെ വേണമെങ്കിൽ ഇടാം. തിളച്ചിട്ട് മീനിടാം. തുണി കറക്കിയാ പരന്ന മീനൊക്കെ അതിനകത്ത് വരിക. ഓരോ മീനുകൾ ഇട്ട് കൊടുക്കാം. മഴയില്ലെന്നോ കാറ്റുകൊണ്ടോ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതെൻ്റെ നെയ്യൊരുക്കി നല്ല നെയ്യുള്ള ചീരയായിരുന്നു. കറി തിളച്ച് അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിനകത്ത് കഷ്ണമെല്ലാം എടുത്ത് ഫ്രൈ ചെയ്തു. കുറച്ച് മുള്ളും ഒരു തലയുണ്ട്. നിങ്ങൾക്ക് തല വേണോടി? വേണ്ട, നീ തല തിന്നാൽ മതി. തല തിന്നാൽ മീശ വളരത്തില്ല, അങ്ങനെ പറയും പണ്ട്. മൊത്തം മീനൊക്കെ എടുക്കാം. മോട്ടർ ഇട്ടാ? സൗണ്ട് കേൾക്കുന്നില്ല. കറണ്ട് വന്നു, കറണ്ട് പോയി വന്നു. കറിയും ചോറും. നിനക്കാ കറി മീൻ ഒഴിക്കട്ടെ? കണ്ണടിച്ച് മാറ്റുന്നുണ്ടോ? ചൂടാടിച്ച് തണുക്കട്ട്. അത് തുറന്ന് കണ്ണെടുത്തു. എടി അത് തണുക്കട്ടെ, തണുത്തിട്ട് മൊത്തം ചോറ് മാറ്റിയാടി. നീ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും തിരുന്നേണ്ടി. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കേ ബൈ.